യുവാക്കൾ വിദേശത്തോട്ട് പോകുന്നു നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് PSC വഴി പഠിച്ചെഴുതിയ ജോലി 1ാം റാങ്കും 2ാം റാങ്കും വാങ്ങിച്ചവർ പോലും ഈ റോഡുകളിൽ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ടെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഭാവിയെ വാർത്തെടുക്കേണ്ട അധ്യാപകരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കറുത്ത റോഡിൽ, ഈ കറുത്ത റോഡിൽ ഇത്തരത്തിലുള്ള ശയന പ്രശ്നം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമ്മളിത് 6ാം ദിവസമാണ്. 6 ദിവസമായി നമ്മൾ കാണുന്നതാണ് ഇവർ ഇത്തരത്തിൽ ഓരോ സമരമുറകളുമായി നമ്മുടെ മുന്നിലെത്തിയത്. അധികാരികളുടെ ശ്രദ്ധകൾ ഇത്രയും ദിവസമായിട്ടും ഇവർ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ശയന പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ്, അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ചേച്ചി, ഇന്ന് 6ാം ദിവസമാണ്. നമ്മൾ തമ്മിൽ തന്നെ കണ്ടു എന്തെങ്കിലും ഒരു നടപടികളുടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരമായി നിങ്ങൾ കഠിനമായ സമരമുറകളുമായി? ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്, അതായത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സമയത്ത് ഇത് നടപ്പിലാവില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മളിതില് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കണം.